എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ്. അതുപോലെ തന്നെ അവർ നിങ്ങളിൽ നിന്നകന്ന് ഒരു ബന്ധത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അവരിപ്പോൾ ഫാമിലിയോടൊപ്പമാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പിയാണോ, അതിപ്പോൾ വ്യക്തിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിലും അതൊരു ഹാപ്പിയാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് കൂടെ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്നതിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ റെസണേറ്റ് ആയത് അതുമാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, അല്ലാതെ നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇതൊരു ടൈംലെസ് ജനറൽലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് എൻ്റെ വീഡിയോ, അപ്പോഴേക്കും നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായി മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ റെസണേറ്റ് ആവുന്നതാണ്. ഒരു 10 സെക്കൻഡ് ഡീപ്പ് ബ്രത്ത് എടുത്തതിന് ശേഷം റീഡിംഗ് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദീർഘശ്വാസോച്ഛ്വാസം എടുത്തതിന് ശേഷം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുന്നത് കുറച്ചുകൂടെ റെസണേറ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെ ഫീലിങ്സ് ആണുള്ളത്, അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ അവരുടെ മനസ്സിലും ചിന്തകളിലും നിങ്ങളുണ്ടോ, എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരുടെ ഇപ്പോഴത്തെ വികാരങ്ങൾ നിങ്ങളോടുള്ള. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് കാർഡ് ഷഫിൾ ചെയ്യുക. യെസ്, ബോട്ടം ഓഫ് ദ ഡെക്ക് ഈസ് മജീഷ്യൻ. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അവരിപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ, അവരേത് സിറ്റുവേഷനാണെങ്കിലും, ഫാമിലിയോടൊപ്പമാണെങ്കിലും അല്ലെങ്കിൽ അവരൊരു വ്യക്തിയോടൊപ്പമാണ് ജീവിക്കുന്നതെങ്കിൽ, ഇത് ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തിയാകാം കേട്ടോ, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ ലവറാവാം, ആരുമാവാം, ഈ ഒരു വ്യക്തി ഹാപ്പിയല്ല. കാര്യം ഒരു തേർഡ് പാർട്ടിയോടൊപ്പമാണെങ്കിലും അവരുടെ കുടുംബത്തോട്, നിങ്ങളിൽ നിന്നകന്ന് അവരുടെ കുടുംബത്തോടാണ് താമസിക്കുന്നതെങ്കിലും അവർ ആ ഒരു ബന്ധത്തിലൊട്ട് ഹാപ്പിയല്ല. കാര്യം 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവർ കടുത്ത നിരാശയിലൂടെ അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്. അവർ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വിധിയൊന്നും അല്ല നിങ്ങളെ തമ്മിൽ അകറ്റിയത്. തേർഡ് പാർട്ടിയുടെ ചില നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോഴവർക്ക് ആ ഒരു സാഹചര്യങ്ങളെപ്പറ്റി ഒരു ധാരണ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട്, ഞാൻ ഈ കാണുന്ന ആൾക്കാരോടാണ് കേട്ടോ പറയുന്നത്, എൻ്റെ റീഡിങ് കാണുന്ന വ്യക്തികളോടാണ്. നിങ്ങൾ ഒരുപാട് കോംപ്രമൈസ്, സഹിച്ചും ക്ഷമിച്ചുമൊക്കെ മുന്നോട്ട് പോരുന്ന വ്യക്തികളാണ് ബന്ധത്തിൽ. അതായത് ബന്ധം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം, അതായത് ഇവർ നിങ്ങളെ ചവിട്ടി അരച്ചപ്പോഴും നിങ്ങൾ അതൊന്നും പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾ അതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി വേണം നിങ്ങളുടെ കൂടെ എന്നും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ ലവർ എൻ്റെ കൂടെ വേണം എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇവിടെ അവരായിട്ട് കുറേ കാര്യങ്ങൾ അവർക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു കുടുംബമാണെങ്കിലും വേറൊരു വ്യക്തിയുടെ സ്വാധീനമാണെങ്കിലും അവരുടെ ഒരു ചതിപ്രയോഗത്തിലൂടെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളൊരു ചിന്ത അവരിൽ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ആ ഒരു സിറ്റുവേഷനിലൊട്ട് ഹാപ്പിയല്ല. അതാണ് അവർ ഭയക്കുന്നുണ്ട് 8 ഓഫ് സോഡ്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോട്, നിങ്ങളോട് അടുപ്പമുള്ള വ്യക്തികളോട് നിങ്ങളെപ്പറ്റി തിരക്കുന്നതായിട്ടും, നിങ്ങളെ ഏത് സമയത്തും ഫോക്കസ് ചെയ്യുന്നവരെ, നിങ്ങൾ എവിടെയാണെന്നൊന്നും ഈ ഒരു വ്യക്തിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ
ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ അവർക്കിനി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വേറെ ഏതെങ്കിലും വ്യക്തി വന്നോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക, അല്ല ആശയക്കുഴപ്പം ഇപ്പോഴും അവരുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവരെ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത് തന്നെയാണ് അവരെ പേടിപ്പെടുത്തുന്നത്. കാര്യം അവർ നിലവിലത്തെ സാഹചര്യത്തിൽ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവരാഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മജീഷ്യൻ കാർഡ് ഒരു പുതിയ തുടക്കത്തെയും അതുപോലെ തന്നെ അവർ ആത്മാർത്ഥമായിട്ട് അതിനെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ. ഇത്രയും കാലം അവർ ഒന്നും മനസ്സിലാക്കാതെ ഒരു ചതിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു ചതിയിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴതിൽ നിന്ന് മറികടന്ന് നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ഉള്ളുകൊണ്ട് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന് പുതിയ തുടക്കം വേണം, സന്തോഷം വേണം, സമാധാനം വേണം, സാമ്പത്തിക ഭദ്രതയോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമാണിപ്പോൾ. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതായിട്ടാണ് വീണ്ടും കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് നല്ല രീതിയിലുള്ള റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രണയഭംഗം അല്ലെങ്കിൽ നിങ്ങൾ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അവർക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇടയിൽ ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു കുടുംബം ഇടപെട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ പിരിച്ചതെന്ന് അവർ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം ഈ ഒരു തേർഡ് പാർട്ടികളാണ് അതിന് കാരണം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയാണ് കാരണം എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് അടങ്ങാനാകാത്തൊരു മാനസിക വിഷമം, അവരൊരു കാര്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അത് നിങ്ങളെ ഓർത്താണെന്നാണ് എനിക്കിവിടെ ഏറ്റവും സൂചിപ്പിക്കുന്നത്. അതായത് സ്വയം ഒരു കുടുക്കിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അവരൊരു കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളിൽ നിന്ന് അവർക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അവർ കടുത്ത നിരാശയിലാണ്. ഉറക്കമില്ലാത്ത രാത്രികളാണ് ആ ഒരു വ്യക്തിക്ക്, മാനസിക സമ്മർദ്ദവും അകാരണ ഭയവും ഒക്കെ. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് നിങ്ങളിലേക്ക് വരണം, നിങ്ങളായിരുന്നു ശരിയെന്നുള്ളൊരു ചിന്ത അവരിൽ ഉടലെടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം അവർക്ക് നിങ്ങളെ വേണം എന്നാണ് തീർച്ചയായിട്ടും. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, ഫാമിലിയായിട്ട് മുന്നോട്ട് പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഓർമ്മകളിൽ നിറയെ നിങ്ങളാണ്, നിങ്ങളോടുള്ള സ്നേഹമാണ്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത്. അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാര്യം ആദ്യത്തെ ബന്ധത്തിൽ അവർ അതായത് ആദ്യത്തെ ബന്ധമല്ല, ഇപ്പോഴവർ പോയ ആ ഒരു ബന്ധത്തിൽ അവർക്ക് വിചാരിച്ചതുപോലെയുള്ളൊരു പരിഗണനയും അതുപോലെ തന്നെ ഒരു സ്നേഹമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരുപാട് വിഷമം. അതുപോലെ അവർക്ക് പല കള്ളത്തരങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയുടെ മനസ്സിലായതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളായിരുന്നു ശരിയെന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും ഇത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തിരികെ വരണമെന്ന് അവർ പൂർണ്ണമായിട്ടും ഒരു മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരു എനർജിയാണ്. വളരെ ഒരുപാട് വ്യക്തികളുടെ ഒരു മാനിപ്പുലേഷൻ്റെ ഫലമാണ് നിങ്ങളും അവരും തമ്മിലുള്ളൊരു ബന്ധം രണ്ടാകാൻ കാരണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയം. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് കടുത്ത കുറ്റബോധവും മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗിൽറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് അവർക്ക് നിങ്ങളോടുള്ള സമീപനം. അവർക്ക് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രീതിയിലുമുള്ളൊരു സുരക്ഷിതത്വവും സമാധാനവും നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിറയെ നിങ്ങളാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിംഗ് ആണ് നിങ്ങളെപ്പറ്റി. ഇനി തേർഡ് പാർട്ടി ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. തേർഡ് പാർട്ടിയോടുള്ള അവരുടെ സമീപനമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതെന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം തേർഡ് പാർട്ടിയോടുള്ള അവരുടെ സമീപനം നമുക്ക് നോക്കാം.
തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ബന്ധത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടെ ഈഗോയൊക്കെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കടുത്ത ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടികൾ. അതുപോലെ എന്തുകൊണ്ടാണ് അവർക്ക് തേർഡ് പാർട്ടിയോട് വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടുന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർ ഇപ്പോഴും തേർഡ് പാർട്ടിയിൽ നിന്നകന്ന് അവരുടെ ജീവിതത്തിന് എന്താണോ സ്വസ്ഥതയും സമാധാനവും തരുന്നത് അതിലേക്ക് വരുന്നതായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ആ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്താണ്. തീർച്ചയായിട്ടും ഇതൊരു കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അവരുടെ പങ്കാളിയിൽ നിന്ന്. അതായത് അവരെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാത്ത ഒരു പ്രകൃതം, അവരുടെ മേൽ അമിതമായിട്ട് നിയന്ത്രണം ഏൽപ്പിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ആ ഒരു ബന്ധത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ അവർ തമ്മിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അനാവശ്യ വഴക്കുകൾ, തർക്കങ്ങൾ, അങ്ങനെയാണ്. ഒരു തുറന്ന സംസാരം ആ ഒരു ബന്ധത്തിലില്ല. ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. കാര്യം രണ്ടുപേരും തമ്മിൽ ഒരു ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. രണ്ടുപേരും, അതായത് തേർഡ് പാർട്ടിയും അവരും, നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്തെങ്കിലും ഇവർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്നും പ്രതികരിക്കത്തില്ല. നിങ്ങൾ വളരെ പഞ്ചഭുജ അടക്കി കേട്ട് പാവത്താനെ പോലെ, അല്ലെങ്കിൽ നിങ്ങളൊന്നും പറയത്തില്ല, അതിന് പ്രതികരിക്കില്ല. നിങ്ങൾ പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ വഴക്കുണ്ടാകണ്ടെന്ന് വെച്ച് മിണ്ടായിരിക്കും. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെയല്ല. അവരൊന്ന് പറയുമ്പം തേർഡ് പാർട്ടി രണ്ട് പറയും. അങ്ങനെ ഒരു വഴക്കിലേക്ക്, ഒരു വഴക്ക്, അതുപോലെ തന്നെ മാനസികമായിട്ടൊരു പൊരുത്തക്കേടൊക്കെയാണ് ആ ഒരു ബന്ധത്തിൽ കാണുക. അപ്പോൾ തേർഡ് പാർട്ടി സാഹചര്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത മാനസിക സമ്മർദ്ദമാണ് തേർഡ് പാർട്ടിയോട് അവരനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി. അതുപോലെ തന്നെ ഇവിടെ ഈഗോ ഉള്ള വ്യക്തിയാണ്, അവരതിലും വലിയ ഈഗോ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ അകന്നു മാറി അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനൊരു അനുകൂലമായ ഒരു വിധി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം അവർ നിങ്ങളിലേക്ക് വരാനാണ് അവർ താല്പര്യപ്പെടുന്നത്. കാര്യം ഇതൊരു അപ്രതീക്ഷിത മാറ്റത്തെയാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കാർഡുകൾ എടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ കാർഡ് ഒരു കട്ട് ചെയ്യാതെയാണ് ഞാൻ എടുത്തത്, ലൈവായിട്ടാണ് കാർഡ് എടുത്തത്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ എനർജിയാണ് കാണുന്നവരുടെ. നമുക്കിതിലൊരു കള്ളത്തരമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല ഒരു റീഡിങ്ങും. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ഞാനൊരു പേഴ്സണൽ റീഡിങ് പോലെയാണ് ചെയ്യുന്നത്, എൻ്റെ റീഡിങ്ങുകളൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത്രയ്ക്ക് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാര്യം തേർഡ് പാർട്ടിയായിട്ട് അവർക്കൊരു മാനസിക പൊരുത്തക്കേടുണ്ട്. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു 9 ഓഫ് വാൻസ് ആണ്. ഭയങ്കര കടുത്ത നിരാശയൊക്കെയാണ് ആ ഒരു ബന്ധത്തിൽ. തീർച്ചയായിട്ടും അവർ അനുഭവിക്കുന്നത് ഒട്ടും ഹാപ്പിയല്ല അവർ ആ സിറ്റുവേഷനിൽ. പിന്നെ അവരുടെ രണ്ടുപേരും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. അനാവശ്യ തർക്കങ്ങൾ, ഒളിച്ചു വെക്കലുകൾ, ഇതൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടിക്ക് വേറെ റിലേഷൻഷിപ്പ് കാണാം, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് പലത് ഹൈഡ് ചെയ്യുക, ഇവർക്ക് വാല്യൂ കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ ഇവരെ മാനസികമായിട്ട് തകർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ കാര്യം ഇവരെപ്പോഴും ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ അവരുടെ കാലിൻ്റെ അടിയിൽ കിടന്ന പോലെ ഇവർ കിടക്കില്ല. ഇവരൊരിക്കലും അവരുടെ കാൽച്ചുവട്ടിൽ കിടന്ന പോലെ കിടക്കില്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിലും വലിയ ഈഗോ ഉള്ള വ്യക്തിയാണ്. അവർക്ക് നല്ല സാമ്പത്തികപരമായിട്ട് പിൻബലമുള്ളൊരു വ്യക്തിയാണ്. ഭയങ്കര സ്ട്രോങ് ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തേർഡ് പാർട്ടി. അല്ലെങ്കിൽ കുടുംബമാണെങ്കിൽ ഇപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, കുടുംബത്തിൻ്റെ കള്ളക്കളികളെല്ലാം മനസ്സിലായിട്ടുണ്ട്. കുടുംബത്തിൻ്റെ എന്തൊക്കെയോ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്ന കുടുംബമാണെങ്കിൽ കുടുംബത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെ ബലിയാടാക്കിയാണ് അവർ. കുടുംബമാണെങ്കിൽ മറ്റൊരു ബന്ധത്തിന് നിർബന്ധിക്കുന്നുണ്ട് അവരെ. അപ്പോൾ അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരിപ്പോൾ എല്ലാവരിൽ നിന്നും അകന്ന് അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിന് ഭാവിയെ മുൻനിർത്തി പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളിലേക്ക് വരാനാണ്. കാര്യം അവരുടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഈഗോയാണ്, കടുത്ത ഈഗോയിലൂടെയാണ് ആ ഒരു ബന്ധം, തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം. അതുപോലെ അവരും ഒട്ടും വിട്ടുകൊടുക്കാത്ത പ്രകൃതം. തേർഡ് പാർട്ടിയും അങ്ങനെ തന്നെ ഒരാൾ. തേർഡ് പാർട്ടിയെക്കുറിച്ച് അവർ ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ചത്. നിങ്ങളെപ്പോലെ ആയിരിക്കില്ല, അവർ നല്ല ബുദ്ധിമതിയാണ്. പക്ഷേ എല്ലാം ഉണ്ട്, സമ്മതിച്ചു, ബുദ്ധിയും കാര്യങ്ങളും അവർക്ക് പൈസ എല്ലാം ഉണ്ട്. പക്ഷേ അവർ പറയുന്ന പോലെ കേൾക്കുകയും അവർ പറയുന്ന പോലെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. പിന്നെ ഇവരിൽ ഓവർ കൺട്രോൾ വെക്കുന്ന ഇവർക്ക് ഇഷ്ടമില്ല. ഇപ്പം നിങ്ങളാണെങ്കിൽ അങ്ങനെയൊന്നും കൺട്രോളൊന്നും വെച്ചിരുന്നില്ല. നിങ്ങൾ വളരെ ജെന്യൂനായിട്ട് സത്യസന്ധമായിട്ടാണ് അവരോട് ഇടപെടുകയും അവരോട് സ്നേഹം കാണിക്കുകയും ചെയ്തത്. അപ്പോൾ അതവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ അവരെയും കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ അവരുടെ സന്തോഷത്തിന് അവർ ഇത്രയും നാളും തേർഡ് പാർട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു.
പക്ഷേ അതൊരു മണ്ടത്തരമായെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അവരെന്താണ് അവരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് അത് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരവരുടെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുന്നതായിട്ടും അവർ ജോലിയിലാണ് അവരുടെ ശ്രദ്ധയെങ്കിലും അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ തേർഡ് പാർട്ടിയോട് സ്വയം ഒരു പ്രതിരോധം തീർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും നാളും മിണ്ടാതെയൊക്കെ ഇരുന്നു, പല കാര്യങ്ങളും മിണ്ടാതിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയിൽ നിന്ന് വളരെ മാനസികമായിട്ടാകുന്ന ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ഡിഫെൻസീവ് മോഡിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. എന്ത് വന്നാലും വരട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വയം മതിലുകൾ അല്ലെങ്കിൽ ഒരു പ്രതിരോധ മതിൽ തീർത്ത ഒരു അവസ്ഥയാണ് തേർഡ് പാർട്ടിയുമായിട്ട്. അങ്ങനെയാണ് എനിക്കിവിടെ കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടി ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യം. തേർഡ് പാർട്ടി ബന്ധത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയും ഒരു നാടകീയ മാറ്റം അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത മാറ്റം സംഭവിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെയാണ് ഒരു എനർജി വന്നിരിക്കുന്നത്. റീകൺസിലേഷൻ എപ്പോഴാണ് പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു 1 to 2 months തീർച്ചയായിട്ടും 1 മാസം മുതൽ 2 മാസത്തിനുള്ളിൽ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. നോ കോൺടാക്റ്റ് അവസ്ഥയിലിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അതിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഹീലിംഗ് ക്രിസ്റ്റൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ജപിച്ച് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക് ഒക്കെ റിമൂവ് ചെയ്യുന്ന തരത്തിലുള്ള ക്രിസ്റ്റലുകൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റുകളുണ്ട്, അതുപോലെ തന്നെ എനർജി പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റുകളുണ്ട്, 7 ചക്ര ബ്രേസ്ലെറ്റുകളുണ്ട്, ഹീലിംഗ് ബ്രേസ്ലെറ്റുകളുണ്ട്, അതുപോലെ തന്നെ മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റുകളുണ്ട്, അതുപോലെ ബ്ലാക്ക് മാജിക് റിമൂവൽ ബ്രേസ്ലെറ്റുകളുണ്ട്. എല്ലാത്തരം ബ്രേസ്ലെറ്റുകളും അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പറിൽ. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആണ്, ഇൻഡെപ്ത് റീഡിംഗ്. അതിന് താല്പര്യമുള്ളവരും വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ എൻ്റെ റീഡിംഗ് ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക, ഷെയർ കൂടെ കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ. അതുപോലെ എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റമെങ്കിലും എനിക്ക് വരുത്താൻ സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്. അതുപോലെ തന്നെ വീണ്ടും നമുക്കൊരു റീഡിങ്ങുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും അടുത്ത ദിവസം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഓക്കേ.